പ്രിയമുള്ള കുട്ടികളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഫിസിക്സിന്റെ രണ്ടാമത്തെ അധ്യായമായ മോഷൻ, ചലനവുമായി ബന്ധപ്പെട്ട പാഠഭാഗമാണ് NMMS പരീക്ഷയ്ക്ക് വേണ്ടി ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഈ പാഠത്തിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടുതൽ ചോദിക്കുന്നതാണ്. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെന്റ്, ദൂരവും സ്ഥാനാന്തരവും എന്താണെന്നാണ് പഠിക്കേണ്ടത്. ദൂരവും സ്ഥാനാന്തരവും. അപ്പൊ ദൂരം അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ലെങ്ത് ഓഫ് ദ പാത്ത് ട്രാവൽഡ്, സഞ്ചരിച്ച പാതയുടെ നീളമാണ് ദൂരം. അത് വളഞ്ഞതാകാം, നിവർന്നതാകാം, ഏത് രീതിയിലാണെങ്കിലും, ഇപ്പൊ വൃത്താകൃതിയിലാണെങ്കിലും സഞ്ചരിച്ച പാതയുടെ നീളമാണ് ദൂരം. ഇനി എന്താണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് നോക്കാം. ഡിസ്പ്ലേസ്മെന്റ് ഈസ് ദ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ഫ്രം ദ ഇനിഷ്യൽ പൊസിഷൻ ടു ഫൈനൽ പൊസിഷൻ. അപ്പം ആദ്യ സ്ഥാനത്ത് നിന്നും അന്ത്യസ്ഥാനത്തേക്കുള്ള നേർരേഖാ ദൂരമാണ് സ്ഥാനാന്തരം. അപ്പൊ നിങ്ങൾ എത്ര ദൂരം സഞ്ചരിച്ചാലും സ്ഥാനാന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തുടങ്ങിയിടത്ത് നിന്ന് അവസാനിക്കുന്നിടത്തേക്കുള്ള നേർരേഖാ ദൂരമാണ്. അപ്പൊ അതിനൊരു ദിശയുണ്ട്, അതായത് ഡയറക്ഷനും ഉണ്ട്, അതുപോലെ തന്നെ അതിന് എന്തുണ്ട്, പരിമാണവും ഉണ്ട്. അതായത് മാഗ്നിറ്റ്യൂഡ്. മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ പരിമാണം എന്നാണ്. പല കുട്ടികൾക്ക് എന്താണ് പരിമാണം, എന്താണ് മാഗ്നിറ്റ്യൂഡ് എന്ന് അറിയില്ല. ഇപ്പൊ ഇവിടുന്ന് 40 കിലോമീറ്റർ സഞ്ചരിച്ചെന്ന് പറഞ്ഞാൽ ആ 40 പരിമാണം. ഇപ്പൊ നിങ്ങൾക്ക് എത്രയായിരുന്നു, 50 കിലോഗ്രാം മാസ് ഉണ്ട് അല്ലെ, നിങ്ങൾക്ക് 50 കിലോഗ്രാം ആണ് നിങ്ങളുടെ വെയിറ്റ് എന്ന് പറയാം. 50 പരിമാണം, മാഗ്നിറ്റ്യൂഡ്. മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ആ അളവാണ്. ഇപ്പൊ സമയം എത്രയായി, ഓക്കെ, 1 മണിക്കൂർ ഉണ്ട് അങ്ങോട്ടേക്കുള്ള യാത്ര. അപ്പൊ ഇവിടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ആ 1 അവർ ആണ് മാഗ്നിറ്റ്യൂഡ്, പരിമാണം. അപ്പൊ എന്താണ് മാഗ്നിറ്റ്യൂഡ് എന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ ഇത് രണ്ടും ഉള്ളതാണ് ഏത്, വെക്റ്റർ ക്വാണ്ടിറ്റീസ്, അല്ലെങ്കിൽ നമ്മൾ സദിശ അളവ് എന്ന് പറയും. ഓക്കെ, ഇത് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഹാവിംഗ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാലാണ് വെക്റ്റർ ക്വാണ്ടിറ്റി. അതായത് പരിമാണവും ദിശയും കൂടി പറയുന്ന ഭൗതിക അളവുകളാണ് സദിശ അളവുകൾ. ഓക്കെ, അതിന് മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡയറക്ഷനും ഉണ്ട് വെക്റ്റർ ക്വാണ്ടിറ്റീസിന്. പക്ഷെ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഓൺലി ഡയറക്ഷൻ മാത്രമുള്ളതാണ് സ്കേലാർ ക്വാണ്ടിറ്റീസ്. ഓക്കെ, അതിന് എക്സാമ്പിൾ ആണ് മാസ്. മാസിന് പ്രത്യേകിച്ച് ഒരു ഡയറക്ഷൻ ഇല്ല. അതുപോലെ തന്നെ ടൈം, സമയത്തിന് പ്രത്യേകിച്ച് ഒരു ഡയറക്ഷൻ ഇല്ല. ഓക്കെ, അതുപോലെ ഈ പറയുന്ന ഡിസ്റ്റൻസ്, ദൂരം, അതിന് ഒരു ഡയറക്ഷൻ ഇല്ല. പക്ഷെ ഡിസ്പ്ലേസ്മെന്റിന് ഡയറക്ഷൻ ഉണ്ട്. അതൊരു പ്രത്യേക ദിശ പറയുന്നതിനാൽ അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, ഇനി ഒരു വസ്തു സഞ്ചരിക്കുന്നത്, ഞാൻ പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഒരു വസ്തു സഞ്ചരിക്കുന്നത് നേർരേഖയിലൂടെ ഒരേ ദിശയിലാണെങ്കിൽ ദൂരത്തിന്റെയും സ്ഥാനാന്തരത്തിന്റെയും അളവുകൾ തുല്യമായിരിക്കും. അതായത് നേർരേഖയിലൂടെ പോവുകയാണെങ്കിൽ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും തുല്യമാണ്. ഇപ്പൊ നമ്മളൊരു ടോർച്ച് അടിക്കുന്നു, അപ്പൊ അതെന്തായിരിക്കും, ഡിസ്റ്റൻസ് നേർരേഖയിലൂടെയാണ് പോകുന്നത് അല്ലെ, അതിന്റെ പ്രകാശം പോകുന്ന നേർരേഖയിലൂടെയാണ്. അപ്പം ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും തുല്യമായിരിക്കും. ഓക്കെ, ഇനിയും അടുത്തതാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ് ആണ് വേഗവും പ്രവേഗവും, സ്പീഡ് ആൻഡ് വെലോസിറ്റി. സ്പീഡ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ യൂണിറ്റ് ടൈം. ഇതാണ് സ്പീഡിന്റെ ഇക്വേഷൻ. അപ്പൊ സ്പീഡ്, അതായത് വേഗതയുടെ ഇക്വേഷൻ ആണ് ദൂരം ബൈ സമയം, ഡിസ്റ്റൻസ് ബൈ സമയം. ഓക്കെ, ഇത് ഉപയോഗിച്ചാണ് നമ്മൾ സ്പീഡ് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം ഒക്കെ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ അടുത്താണ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ഇൻ യൂണിറ്റ് ടൈം ആണ്. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. അതായത് പ്രവേഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥാനാന്തരം ബൈ സമയമാണ്, യൂണിറ്റ് സമയത്ത്. എന്താണ് യൂണിറ്റ് സമയം എന്ന് പല കുട്ടികളും ചോദിക്കാറുണ്ട്. ആ യൂണിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് 1 സെക്കൻഡ് സമയം എന്നാണ് കേട്ടോ. യൂണിറ്റ് ദൂരം എന്ന് പറഞ്ഞാൽ 1 മീറ്റർ ദൂരം, SI യൂണിറ്റ് ഉപയോഗിച്ചാണ് നമ്മൾ പറയുന്നത്. യൂണിറ്റ് മാസ് എന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാം. അപ്പൊ യൂണിറ്റ് മാസ്, യൂണിറ്റ് ടൈം അല്ല 1 എന്ന് ഉദ്ദേശിച്ചാൽ മതി കേട്ടോ. യൂണിറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 1 ന്യൂട്ടൺ. അപ്പൊ എന്താണെന്ന് മനസ്സിലായില്ലേ, യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ 1 എന്നാണ്, യൂണിറ്റ് സമയം എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡ് എന്നാണ്. ക്ലിയർ ആയി? ഓക്കെ, ഇനി ഞാൻ ഇവിടെ പ്രധാനപ്പെട്ട ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, അതിന്റെ സ്കേലർ ആണോ വെക്ടർ ആണോ, അതായത് സദിശമാണോ അദിശമാണോ, അതിന്റെ യൂണിറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ദൂരം, ഡിസ്റ്റൻസ്, അത് സ്കേലർ ആണ്, അദിശമാണ്, യൂണിറ്റ് മീറ്റർ. സ്ഥാനാന്തരം, ഡിസ്പ്ലേസ്മെന്റ്, വെക്ടർ ആണ്, മീറ്റർ, യൂണിറ്റ് മീറ്റർ. വേഗം, അദിശം, അതായത് സ്കേലാർ, മീറ്റർ പെർ സെക്കൻഡ് ആണ് യൂണിറ്റ്. പല കുട്ടികൾക്ക് യൂണിറ്റ് എഴുതാൻ പറയുമ്പോൾ ഈ ഇക്വേഷൻ അങ്ങ് എഴുതി വെക്കും. ഇത് സമവാക്യമാണ്, ഇക്വേഷൻ ആണ്, യൂണിറ്റ് ആണ് ഇത് കേട്ടോ, മീറ്റർ പെർ സെക്കൻഡ്. ഇവിടെ വേഗം എന്ന് പറഞ്ഞാൽ ദൂരം ബൈ സമയം, ഡിസ്റ്റൻസ് ബൈ ടൈം, അതാണ് ഇക്വേഷൻ ആണത്. ഇപ്പൊ യൂണിറ്റ് അവസാനം നമ്മൾ എഴുതുന്നതാണ് യൂണിറ്റ്. ഓക്കെ, ഇനിയും പ്രവേഗം, സദിശം, വെക്ടർ ആണ്, മീറ്റർ പെർ സെക്കൻഡ്. ത്വരണം, ആക്സലറേഷൻ ആണ് ത്വരണം, സദിശം, വെക്ടർ. ഈ പ്രവേഗം നിങ്ങൾ നോക്കുക, ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് അല്ലെ.
സ്ഥാനാന്തരം ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്, സദിശ അളവായതിനാൽ പ്രവേഗവും എന്തായിരിക്കും? ഒരു സദിശ അളവായിരിക്കും. വെലോസിറ്റി ഒരു സദിശ അളവാണ്. ഇനി നമ്മൾ പഠിക്കുന്നതാണ് പ്രധാനപ്പെട്ട നമ്മുടെ ഈ ഒരു ടോപ്പിക്കാണ് ആക്സിലറേഷൻ, ത്വരണം. ഈ ഇക്വേഷൻ നിങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താണ്? A = v - u/t. A എന്ന് പറഞ്ഞാൽ ത്വരണം, v എന്ന് പറഞ്ഞാൽ അന്ത്യപ്രവേഗമാണ്, ഫൈനൽ വെലോസിറ്റി, u എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ വെലോസിറ്റി, t എന്ന് പറഞ്ഞാൽ ടൈം. അപ്പം എന്താണ് പ്രവേഗമാറ്റം എന്ന് പറഞ്ഞാൽ? അന്ത്യപ്രവേഗം മൈനസ് ആദ്യ പ്രവേഗമാണ് പ്രവേഗമാറ്റം. ഇത് സമയം, ഇത് സമയം. ഓക്കെ, അപ്പൊ ഈ v - u/t. പ്രവേഗം കുറയുന്ന അവസ്ഥ അല്ലെങ്കിൽ നെഗറ്റീവ് ത്വരണമാണ് മന്ദീകരണം. നെഗറ്റീവ് ആക്സിലറേഷൻ ഓർ ഡിക്രീസ് ഇൻ വെലോസിറ്റി ഈസ് നോൺ ആസ് റിട്ടാർഡേഷൻ. ഒന്നെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവ് ആക്സിലറേഷൻ എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിക്രീസ് ഇൻ വെലോസിറ്റി എന്ന് എഴുതാം. അതിനൊരു ഉദാഹരണം പറയാം. ഇപ്പൊ ഒരു ഉദാഹരണം, ഒരു കല്ല് മുകളിലോട്ട് എറിയുന്നു. കല്ല് മുകളിലോട്ട് എറിയുമ്പോൾ നിങ്ങൾക്കറിയാം കല്ലിന്റെ വേഗത അല്ലെങ്കിൽ പ്രവേഗം കുറഞ്ഞു വരും. കല്ലിന്റെ പ്രവേഗം കുറഞ്ഞ് അത് ഏറ്റവും മാക്സിമം എത്തുന്നത് 0 ആകും അല്ലെ. അപ്പൊ ഈ അവിടെ റിട്ടാർഡേഷൻ ആണ്. കല്ല് മുകളിലേക്ക് പോകുന്തോറും വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗം കുറയുന്നു, അവിടെ മന്ദീകരണമാണ്. അതേസമയം നമ്മളൊരു കല്ല് താഴേക്ക് ഇടുന്നു. കല്ല് താഴേക്ക് ഇടുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? അവിടെ വേഗത കൂടി, പ്രവേഗം കൂടി വരുന്നു. അപ്പൊ അവിടെ ത്വരണമാണ്. ഓക്കെ, അപ്പൊ കല്ല് മുകളിലേക്ക് പോകുമ്പോൾ മന്ദീകരണം, കല്ല് താഴേക്ക് വരുമ്പോൾ ത്വരണം, റിട്ടാർഡേഷൻ. സോറി, കല്ല് മുകളിലേക്ക് പോകുമ്പോൾ മന്ദീകരണം, കല്ല് താഴേക്ക് വരുമ്പോൾ ത്വരണം, ആക്സിലറേഷൻ. ഓക്കെ, ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഈ പാഠത്തിൽ നിന്ന് ഇതിനു മുമ്പ് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. രാജു വടക്കോട്ട് 200 മീറ്റർ സഞ്ചരിച്ച് വലത്തേക്ക് തിരിഞ്ഞ് 100 മീറ്റർ സഞ്ചരിക്കുന്നു. പിന്നീട് വീണ്ടും വലത്തേക്ക് തിരിഞ്ഞ് 200 മീറ്റർ സഞ്ചരിച്ച് വീണ്ടും വലത്തേക്ക് തിരിഞ്ഞ് 100 മീറ്റർ സഞ്ചരിക്കുന്നു. രാജുവിനുണ്ടായ സ്ഥാനാന്തരം, രാജുവിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പൊ ഞാൻ ഇവിടെ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്, നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ഇങ്ങനെ ദിശ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ഫിഗർ വരയ്ക്കണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ക്ലിയർ ആകത്തുള്ളൂ കേട്ടോ. മുകളിൽ നോർത്ത്, ഇത് താഴെ സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ഞാൻ ഇന്ത്യയുടെ ഒരു മാപ്പ് വെച്ചിട്ടാണ് ഇത് നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി വരച്ചത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുക, ആദ്യം 200 മീറ്റർ എങ്ങോട്ടേക്ക് സഞ്ചരിച്ചു? വടക്കോട്ട് സഞ്ചരിച്ചു. ഇതാ 200 മീറ്റർ വടക്കോട്ട് മുകളിലേക്ക്. ഇനി വലത്തേക്ക് തിരിയാന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു 100 മീറ്റർ അല്ലെ. വീണ്ടും വലത്തേക്ക് എന്ന് പറഞ്ഞാൽ താഴേക്കാണ് 200 മീറ്റർ. വീണ്ടും വലത്തേക്ക് എന്ന് പറഞ്ഞാൽ 100 മീറ്റർ ആണ്. നോക്കി, രാജു എവിടെ എത്തി? ഇവിടുന്ന് 200 ഇങ്ങോട്ട് പോയി, ഇങ്ങോട്ട് പോയി, ഇങ്ങോട്ട് പോയി അല്ലെ. അപ്പൊ രാജുവിനുണ്ടായ സ്ഥാനാന്തരം എത്രയാ? തുടങ്ങിയിടത്ത് തന്നെ തിരിച്ചെത്തി അല്ലെ. രാജു തുടങ്ങിയിടത്ത് തന്നെ തിരിച്ചെത്തിയാൽ ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. ഇവിടെ ആൻസർ ഇതാണ്, 0. അതേസമയം ഡിസ്റ്റൻസ് ചോദിക്കുവാനും നിങ്ങൾക്ക് എത്ര എഴുതാമായിരുന്നു? ദൂരമാണ് ചോദിക്കുന്നെങ്കിലോ 200 കൂട്ടണം 100, 300, 300, 200, 500, 100, 600 ആയനെ. അപ്പൊ ഡിസ്റ്റൻസ് ആണെങ്കിൽ 600 ആയനെ. പക്ഷെ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് സ്ഥാനാന്തരമാണ്. അത് എത്രയാണ്? ആൻസർ 0 ആണ്. ഇനി വേഗത അളക്കുന്നതിനുള്ള ഉപകരണം ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്, സ്പീഡോമീറ്റർ ആണ്. ഇനി അടുത്ത, ഒരു ട്രെയിൻ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട് അടുത്ത സ്റ്റേഷനിൽ നിർത്തുന്നു. ട്രെയിൻ ഉണ്ടാകുന്ന പ്രവേഗ മാറ്റത്തിന്റെ ഗതി. അതായത് നിങ്ങൾക്കറിയാം, ഒരു ട്രെയിൻ സ്റ്റേഷനിലേക്ക് വരുമ്പോഴും അത് പോകുമ്പോഴുള്ള വ്യത്യാസം നിങ്ങൾക്കറിയാം. അപ്പം ഒരു പുറപ്പെടുന്ന ട്രെയിനിന് എപ്പോഴും എന്തായിരിക്കും? അതിന്റെ പ്രവേഗം കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അതായത് ത്വരണമാണ്, ആക്സിലറേഷൻ ആണ്. അതേസമയം നിർത്തുമ്പോഴോ അടുത്ത സ്റ്റേഷനിൽ പോയിട്ട് നിർത്തുന്നതാണ് പറയുന്നത്. അപ്പൊ എന്താ? ട്രെയിൻ നിർത്താൻ നേരത്ത് വേഗത കുറയും, അതായത് പ്രവേഗം കുറയും. അപ്പൊ അവിടെ എന്താ ഉണ്ടാകുന്നത്? മന്ദീകരണമാണ്. അപ്പൊ ആദ്യം ത്വരണവും പിന്നീട് മന്ദീകരണം. ഫസ്റ്റ് ആക്സിലറേഷൻ, ദെൻ റിട്ടാർഡേഷൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ബിലോങ് ദ ഗ്രൂപ്പ്? ഗ്രൂപ്പിൽ പെടാത്തത് ഏതായിരിക്കും? പ്രവേഗം, ത്വരണം, വേഗം, സ്ഥാനാന്തരം. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഈ വെലോസിറ്റി, ആക്സിലറേഷൻ, ഡിസ്പ്ലേസ്മെന്റ് എല്ലാം വെക്റ്റർ ക്വാണ്ടിറ്റി ആണ് അല്ലെ. അതായത് ദിശയുള്ളതാണ്. അതേസമയം സ്പീഡ് ഒരു അതിശ അളവാണ്, അതായത് സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, അപ്പൊ വേഗതയാണ്, മറ്റുള്ളവയെല്ലാം വെക്ടർ. വേഗത മാത്രമാണ് ഏതുള്ളത്? അതിശ അളവായിട്ടുള്ളത്, അതായത് സ്കേലാർ ആയിട്ടുള്ളത്. അതുകൊണ്ട് അതാണ് കൂട്ടത്തിൽ പെടാത്തത്. ഇനിയും ഇത് നമ്മളെ കഴിഞ്ഞ മുമ്പത്തെ വർഷം NMS എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി? താഴെ പറഞ്ഞതിൽ അതിശ അളവ് കണ്ടോ. അപ്പൊ ഇത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. സ്ഥാനാന്തരം, പ്രവേഗം, ത്വരണം, ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ, മാസ്. മാസ് ഒരു അതിശ അളവാണ്. ഇവിടെ ഇത് അതുമായിട്ടൊരു ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ പുറകിലുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്. ഓക്കെ, ഇനിയും ദ വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജക്ട് ഈസ് യൂണിഫോം വെൻ ഇറ്റ് കവേഴ്സ്. ഒരു വസ്തു
സമപ്രവേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ, സമപ്രവേഗം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറെ മാനദണ്ഡമുണ്ട്, അത് പറയാം. അത് തുല്യ സമയത്തിൽ തുല്യ ദൂരം നേർരേഖയിൽ സഞ്ചരിക്കുന്നു, തുല്യ സമയത്തിൽ വ്യത്യസ്ത ദൂരം നേർരേഖയിൽ സഞ്ചരിക്കുന്നു, തുല്യ സമയത്തിൽ തുല്യ ദൂരം വൃത്താകാരമായ പാതയിൽ സഞ്ചരിക്കുന്നു, തുല്യ സമയത്തിൽ വ്യത്യസ്ത ദൂരം വൃത്താകാരമായ പാതയിൽ സഞ്ചരിക്കുന്നു. നിങ്ങൾ ആദ്യം തന്നെ ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു വസ്തു വൃത്തപാതയിൽ അല്ലെങ്കിൽ സർക്കുലർ പാത്തിലാണെങ്കിൽ അതിന്റെ ഡിറക്ഷൻ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും, ദിശ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അത് എപ്പോഴും അസമപ്രവേഗത്തിലാണ്. അതായത് അസമപ്രവേഗം എന്ന് പറഞ്ഞാൽ ത്വരണം ഉണ്ട്, സമപ്രവേഗത്തിന് ത്വരണം 0. ഓക്കെ, സമപ്രവേഗം എന്ന് പറഞ്ഞാല് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല്, ഒരു വസ്തു ഒരു ദിശയും തെറ്റാതെ നേർരേഖയിൽ സഞ്ചരിക്കുകയാണ്. അതായത് ഇത് തന്നെ തുല്യ സമയം തുല്യ ദൂരം നേർരേഖയിൽ സഞ്ചരിക്കുന്നു. അപ്പൊ അവിടെ ത്വരണം എന്തായിരിക്കും? 0 ഓക്കെ, ഫൈനൽ വെലോസിറ്റിയും തുല്യമാണ്, ഇനിഷ്യൽ വെലോസിറ്റിയും തുല്യമാണെങ്കിൽ അവിടെ എന്തായിരിക്കും? ത്വരണം 0 അല്ലെ? അപ്പൊ അത് വളരെ പ്രധാനമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് ആണ്. എന്ത്? സർക്കുലർ പാത്ത് അല്ലെങ്കിൽ വൃത്തപാതയിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിന് എപ്പോഴും പ്രവേഗമാറ്റമുണ്ട്, അസമപ്രവേഗമാണ്, അതുകൊണ്ട് അതിന് ത്വരണം ഉണ്ട്. ഓക്കെ, ഈ ഭൂമിയുടെ കറക്കം, സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ കറക്കം ഒരേ വേഗതയിലാണ്, പക്ഷെ അസമപ്രവേഗമാണ്, നോൺ യൂണിഫോം വെലോസിറ്റി ആണ്. യൂണിഫോം മോഷൻ ആണെങ്കിൽ കൂടെ നോൺ യൂണിഫോം വെലോസിറ്റി ആണ്. ആ കാര്യം ഒന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ വാച്ചിന്റെ സൂചിയുടെ ചലനം സമവേഗത്തിലാണ്, അതായത് യൂണിഫോം സ്പീഡാണ്, പക്ഷെ നോൺ യൂണിഫോം വെലോസിറ്റി ആണ്, അസമപ്രവേഗമാണ്. ഓക്കെ, അതുകൊണ്ട് അതിനും എന്തുണ്ട്? ത്വരണമുണ്ട്, ആക്സിലറേഷൻ ഉണ്ട്. ഓക്കെ, ഇനി അടുത്തത്, ഒരു കാർ 8 കിലോമീറ്റർ കിഴക്കോട്ടും 6 കിലോമീറ്റർ വടക്കോട്ടും സഞ്ചരിക്കുന്നു. A car travels 8 kilometers towards east and then 6 kilometers towards north. കിഴക്കോട്ടും വടക്കോട്ടും നോക്കുക, 8 കിലോമീറ്ററും 6 കിലോമീറ്റർ അല്ലെ. കാറിന്റെ സ്ഥാനാന്തരം, ഡിസ്പ്ലേസ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഞാൻ ആ ദിശ സൂചിപ്പിക്കുന്ന പോയിന്റ്സ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കുക, 8 കിലോമീറ്റർ കിഴക്കോട്ട്, ഇതാ ഈസ്റ്റിലേക്ക് 8 കിലോമീറ്റർ. ഓക്കെ, അതിനുശേഷം 6 കിലോമീറ്റർ 6 കിലോമീറ്റർ നോർത്തിലേക്ക്, ഇതാ മുകളിലേക്ക്. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടിയില്ലേ, പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെ വരച്ചു. ഈ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡിസ്പ്ലേസ്മെന്റ് ആണ് അല്ലെ. അതായത് ഇവിടുന്ന് ഇങ്ങനെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ സ്ട്രെയിറ്റ് ലൈൻ ആണ് അല്ലെ, എക്സ് ആണ് ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്റ്റൻസ് ആണ് നമുക്ക് എളുപ്പം 8, 6, 14 എന്ന് എഴുതാം. ഇവിടെ ചോദിച്ചിരിക്കുന്ന ഡിസ്പ്ലേസ്മെന്റ് ആണ്, സ്ഥാനാന്തരമാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്താ അപ്ലൈ ചെയ്യണം? പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യണം അല്ലെ. അപ്പം പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ 8 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ, 8 സ്ക്വയർ എത്രയാണ്? 64, 64, 6 സ്ക്വയർ 36, 36. അപ്പൊ 64, 36, 100 ആണ്. 100നെ നമ്മൾ റൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 10 കിട്ടും. 10 കിലോമീറ്റർ ആണ് ആൻസർ. ക്ലിയർ ആയില്ലേ ഇത്? ഓക്കെ, ഇനി അടുത്തത്, an object moving 30 meter per second is brought to halt in 50 seconds by applying a force in a direction opposite the motion. Find out the acceleration of the object in these 50 seconds. ഇംഗ്ലീഷ് മീഡിയത്തിലുള്ള കുട്ടികളാണെങ്കിലും എനിക്ക് തോന്നുന്നു ക്വസ്റ്റ്യൻ മലയാളത്തിലായിരിക്കും വായിക്കുക. അപ്പൊ ഈ ചില ടേംസ് മാത്രമേ അവർക്കൊരു കൺഫ്യൂഷൻ ആവുള്ളൂ. ഓക്കെ, 30 മീറ്റർ പെർ സെക്കൻഡ് വേഗത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ ചലനദിശയ്ക്ക് എതിരായ ഒരു ബലം പ്രയോഗിച്ച് 15 സെക്കൻഡ് സമയം കൊണ്ട് ഇതിനെ നിശ്ചലാവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നെങ്കിൽ 15 സെക്കൻഡിൽ വസ്തുവിനുണ്ടായ ത്വരണം കണ്ടുപിടിക്കാൻ നമുക്ക് എന്താണ് ഇക്വേഷൻ? ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു v മൈനസ് u ബൈ ടി അല്ലെ, ഇതാ എഴുതിയിരിക്കുന്നു. ഇവിടെ നിശ്ചലാവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നു. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു വണ്ടി ബ്രേക്ക് പിടിച്ചു നിന്നു, അല്ലെങ്കിൽ ഒരു വസ്തുവിനെ നിശ്ചലാവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നു, കം ടു റെസ്റ്റ്. ഓക്കെ, അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ വെലോസിറ്റി 0 ആകാം. ഓക്കെ, അന്ത്യപ്രവേഗം 0 ആകും. ഇനി ഇനിഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട് 30 മീറ്റർ പെർ സെക്കൻഡ്, അതിവിടെ എഴുതി. ടൈമും നമ്മൾ എഴുതി 50 സെക്കൻഡ്. ഇവിടെ അപ്ലൈ ചെയ്യുന്നു. 0 മൈനസ് 30 ഡിവൈഡ് ബൈ 50, അതായത് -30/50 എന്ന് പറയുന്നത് -2 ആണ് ആൻസർ. ഇവിടെ ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ ഏതാണ്? 2 ആണ്. -2 ആണ് ആൻസർ. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ ഇത് നേരത്തെ എന്ന് പറയുന്നത് നിശ്ചലാവസ്ഥയിലേക്ക് വരുമായിരുന്നു, അല്ലെങ്കിൽ കം ടു റെസ്റ്റ് ആയിരുന്നു അല്ലെ. ഇത് നേരെ ഓപ്പോസിറ്റ്, നിശ്ചലാവസ്ഥയിലും തുടങ്ങുന്നു അല്ലെ, അതായത് സ്റ്റാർട്ട് ഫ്രം റെസ്റ്റ്. ആ ഒരു അവസ്ഥയിൽ നമുക്ക് 8 സെക്കൻഡ് കൊണ്ട് 40 മീറ്റർ പെർ സെക്കൻഡ് ആയി വെലോസിറ്റി. അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷൻ, ഇവിടെ ആക്സിലറേഷന്റെ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. ഇവിടെ മുമ്പത്തെ നേരെ വ്യത്യാസമായിട്ട് നിശ്ചലാവസ്ഥയിൽ നിന്ന് തുടങ്ങിയതിനാൽ, സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് ആയത് കാരണം
ഇനിഷ്യൽ വെലോസിറ്റി ആണ് 0, ഫൈനൽ വെലോസിറ്റി ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, ടൈം കൊടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇതൊക്കെ നമ്മൾ ഓർത്തിരിക്കണം. -5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, -5 അല്ല +5 ആണ്. ഓക്കെ, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ നെഗറ്റീവ് സൈൻ വന്ന് അത് ഒഴിവാക്കുക. ഇവിടെ പ്ലസ് സൈൻ ആണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ അപ്പൊ ഇതിന്റെ ആൻസർ ഏതാണ്? സി ആണ് ആൻസർ. 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. നെക്സ്റ്റ് വൺ, പാർട്ടിക്കിൾ ഈസ് മൂവിംഗ് ഇൻ എ സർക്കുലർ പാത്ത് ഓഫ് റേഡിയസ് r. ഒരു സർക്കിള് ഇതിന്റെ റേഡിയസ് r ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഹാഫ് സർക്കിൾ സഞ്ചരിച്ചു പകുതി, അതായത് സർക്കിളിന്റെ വൃത്തത്തിന്റെ പകുതി ദൂരം ഈ വൃത്ത പരിധിയിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ വാട്ട് ഈസ് ആ ഡിസ്പ്ലേസ്മെന്റ്? ഡിസ്പ്ലേസ്മെന്റ് എത്രയായിരിക്കും നോക്കുക. ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് നമുക്ക് എഴുതാം. ഏതാണ്? πr ആണ്. ഇവിടെ ചോദിച്ചിരിക്കുന്ന ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? r+r, അതായത് ഈ മൊത്തം ദൂരമാണ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ r+r 2r ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അതേസമയം ഡിസ്പ്ലേസ്മെന്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ ഇത് മൊത്തം 2πr അല്ലേ? അപ്പൊ അതിന്റെ പകുതി എത്രയായിരിക്കും? πr ആണ് കേട്ടോ. ഡിസ്റ്റൻസ് ആണെങ്കിൽ ഇത് ഡിസ്പ്ലേസ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആൻസർ 2r. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കേസസ് ഓഫ് മോഷൻ ദ ഡിസ്റ്റൻസ് മൂവ്ഡ് ആൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആർ ഈക്വൽ? അതായത് ഏത് കേസിലാണ് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും ദൂരവും സ്ഥാനാന്തരവും ഒരേപോലെ വരുന്ന ഏത് കേസിലാണ്? എ കാർ മൂവിംഗ് ഓൺ എ സ്ട്രെയിറ്റ് റോഡ്. ഇഫ് ദ കാർ ഈസ് മൂവിംഗ് ഓൺ എ സ്ട്രെയിറ്റ് റോഡ്, അതായത് നേരെയുള്ള റോഡിൽ കൂടെ കാർ സഞ്ചരിക്കുന്നു. ഇഫ് ദ കാർ മൂവിംഗ് ഇൻ എ സർക്കുലർ പാത്ത്, വൃത്തപാതയിൽ സഞ്ചരിക്കുന്നു. വൃത്തപാതയിൽ സഞ്ചരിച്ചാൽ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ആവുമോ? ഒരിക്കലും ആവുകയില്ല. ദൂരവും സ്ഥാനാന്തരവും വ്യത്യാസമായിരിക്കും. ദ പെൻഡുലം ഈസ് മൂവിംഗ് ടു ആൻഡ് ഫ്രോം. പെൻഡുലം ടു ആൻഡ് ഫ്രോം അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുമ്പോൾ ചില കേസിൽ ഡിസ്റ്റൻസ് എന്താ പറയുക, ഡിസ്റ്റൻസ് കൂടിക്കൊണ്ടേയിരിക്കും അല്ലെ. പക്ഷെ ഡിസ്പ്ലേസ്മെന്റ് ചിലപ്പോൾ 0 ആവും അല്ലെ. അങ്ങ് ഒരു ആട്ടത്തിന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് 0. അപ്പൊ എപ്പോഴും തുല്യമായിരിക്കുമോ? അല്ല. ഇനി അടുത്തത്, എർത്ത് ഈസ് മൂവിംഗ് അറൌണ്ട്. അപ്പം ഭൂമി ഇങ്ങനെ കറങ്ങുന്നു. അവിടെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും ദൂരമായിരിക്കുമോ? സൂര്യന് ചുറ്റും ഒരിക്കലും അല്ല. ഡിസ്പ്ലേസ്മെന്റ് ചിലപ്പോൾ 0 ആകാം അല്ലെ. ഓക്കെ, അപ്പൊ ചിലപ്പോൾ റേഡിയസ് 2r ആകാം. അതൊക്കെ ഇതുണ്ട് ഈ ഒരു മോഷനിൽ കണ്ടില്ലേ. ഇപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ സഞ്ചരിച്ച് ഇവിടെ 2r അല്ലേ. അപ്പൊ അതും തുല്യമല്ല. അപ്പൊ ഏതായിരിക്കും ഇതിൽ കൃത്യമായിട്ട്? ഇത് മാത്രമേ ശരിയായിട്ടുള്ളൂ. ഇഫ് ദ കാർ ഈസ് മൂവിംഗ് ഓൺ എ സ്ട്രെയിറ്റ് ലൈൻ, അവിടെ ആണെങ്കിൽ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇവിടെ നോക്കിയേ, ഓൺലി 1. അപ്പൊ ഓപ്ഷൻ ഏതാണ്? ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അത്യാവശ്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ടെക്സ്റ്റ് ബുക്കിൽ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഇനി നമ്മൾ 3ാമത്തെ ചാപ്റ്റർ, അതായത് ഫോഴ്സ് എന്നുള്ള ചാപ്റ്റർ അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.